ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്കൊരു കുഞ്ഞൻ ഇലക്ട്രിക് വാഹനം പരിചയപ്പെടാം. ഇന്ന് എൻ്റെ കൈവശം വന്നിട്ടുള്ളത് മഹീന്ദ്രയുടെ ഈ ആൽഫ കാർഗോ എന്ന് പറയുന്ന ഒരു കുഞ്ഞൻ ഇലക്ട്രിക് പിക്കപ്പ് ആട്ടോയാണ്. കാണാൻ തന്നെ നല്ലൊരു കൗതുകം തോന്നിക്കുന്ന രീതിയിലൊരു കുഞ്ഞൻ ഇലക്ട്രിക് ആട്ടോയാണ്. അപ്പോൾ ഈ വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് നോക്കിയാലോ. യെസ്, അപ്പോൾ ഈ ആൽഫ കാർഗോ വണ്ടി കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നമ്മുടെ മഹീന്ദ്രയുടെ ആൽഫ എന്ന് പറയുന്ന വണ്ടിയുടെ അതേ ഫ്രണ്ട് ലുക്കാണ്. പക്ഷേ എങ്കിലും അത്രയും വലിപ്പമുള്ള ബോഡിയല്ല, ചെറിയൊരു ബോഡിയാണ് ഈ വണ്ടി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വണ്ടിയുടെ ഡിസൈൻസിലോട്ട് കിടക്കും മുന്നേ പെട്ടെന്നൊരു കാര്യം പറഞ്ഞുതരാം. എന്തിനാണ് ഈ വാഹനം, അതായത് നമുക്ക് 25 കിലോമീറ്റർ സ്പീഡിൽ ഓടിക്കാൻ പറ്റുന്ന ഏകദേശം 300 കിലോയോളം ഭാരം കയറ്റിക്കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വാഹനമാണ് ഈ ആൽഫ കാർഗോ എന്ന് പറയുന്ന ഈ ഓട്ടോറിക്ഷ. അപ്പോൾ എന്തായാലും ബാക്കി അതിൻ്റെ ഡീറ്റെയിൽസോട്ട് വരും മുന്നേ നമുക്ക് ഇതിൻ്റെ ഡിസൈൻസൊക്കെ ഒന്ന് കണ്ടുപോകാം. എന്തായാലും ഫ്രണ്ടിൽ നമുക്ക് കാണുമ്പോൾ അറിയാം, വളരെ ക്യൂട്ടായിട്ടുള്ള നമ്മുടെ ആൽഫ വാഹനത്തിൻ്റെ കുറച്ചും കൊണ്ട് ചെറിയൊരു സൈസാണ് ഫ്രണ്ടിൽ അവർ കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ടിൽ നമുക്ക് ആ ഒരു ഡിസൈൻ കാണുമ്പോൾ അറിയാം, നമുക്ക് വളരെ കംഫർട്ടബിളായിട്ട് നമുക്ക് ഏത് ചെറിയ ഇടവഴി കൂടെയും പോകാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ബോഡിയാണ് അവർ കൊടുത്തിട്ടുള്ളത്. ഒരു നല്ല വൈഡായിട്ടുള്ളൊരു ഫ്രണ്ട് ഗ്ലാസ് വരുന്നുണ്ട്, അതിൽ തന്നെ ഒരു വൈപ്പർ മോഡൽ വരുന്നുണ്ട്, പിന്നെ കുഞ്ഞ് 2 മിറേഴ്സ് 2 സൈഡിലായിട്ട് വരുന്നുണ്ട്. താഴ്ഭാഗത്തോട്ട് നോക്കി കഴിഞ്ഞാൽ 2 ഹെഡ്ലൈറ്റ് ഭാഗങ്ങൾ കാണാൻ പറ്റും. അത് LED അല്ല, ഹാലജൻ ഹെഡ്ലൈറ്റാണ് അവർ കൊടുത്തിട്ടുള്ളത്. 2 വശങ്ങളിലായിട്ട് ഇൻഡിക്കേറ്റേഴ്സും കൊടുത്തിട്ടുണ്ട്. അതൊന്നും LED അല്ല, നോർമൽ ഇൻഡിക്കേറ്റേഴ്സ് തന്നെയാണ് വരുന്നത്. ഫ്രണ്ടിൽ നോർമൽ വണ്ടിയിൽ വരുമ്പോൾ നമ്മുടെ മഹീന്ദ്രയുടെ ആ ഒരു ബാഡ്ജിങ്ങും ആ മഡ് ഗാർഡ് പോർഷനൊക്കെ കാണാനായിട്ട് പറ്റും. ടയറിൻ്റെ ഭാഗത്തോട്ട് നോക്കിയാൽ നമുക്ക് നോർമലി നമ്മുടെ ആൽഫ വാഹനങ്ങൾ വരുമ്പോഴത്തുള്ള ഫ്രണ്ടിലുള്ള വീതി കൂടി ആ ഒരു ടയർ തന്നെയാണ് അവർ ഈ വണ്ടിക്കും കൊടുത്തിട്ടുള്ളത്. നേരെ നമ്മുടെ സസ്പെൻഷൻ്റെ ഭാഗത്തോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോർമലി നമ്മുടെ ആൽഫ വാഹനങ്ങൾ വരുമ്പോഴുള്ള ടെലിസ്കോപ്പിക് ഹൈഡ്രോളിക് സസ്പെൻഷൻ തന്നെയാണ് ഫ്രണ്ടിൽ അവർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ മുൻഭാഗത്ത് കാണാൻ പറ്റുന്ന ഒരു ഡീറ്റെയിലിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് നമ്മുടെ വണ്ടിയുടെ വശങ്ങളോട്ടൊരു ഡീറ്റെയിലിംഗ് നോക്കാം. വശങ്ങൾ നമുക്ക് ഇന്റീരിയർ നമുക്ക് പിന്നീട് നോക്കാം. സൈഡിലോട്ട് നോക്കുമ്പോഴത്തേക്ക് നമുക്കൊരു കുഞ്ഞ് ഒരു ഡക്ക് സൈസ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ ഡക്ക് സൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ആക്ച്വലി 4 അടി നീളവും 3 അടി വീതിയുമുള്ള ഒരു കുഞ്ഞ് ഡക്ക് സൈസാണ് ഇവർ ഈ വണ്ടി കൊടുത്തിട്ടുള്ളത്. സൈഡിലായിട്ട് ഹൈ ടോർക്ക് എന്നുള്ളൊരു നെയിമൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും സ്പെഷ്യലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഈ ഒരു ടയർ ഭാഗമാണ്. ഇതെന്ന് പറയുമ്പോഴത്തേക്കും 90-12 ഒരു കുഞ്ഞൻ ടയറാണ് ഈ ഒരു വാഹനത്തിന് അവർ കൊടുത്തിട്ടുള്ളത്. അതായത് ഫ്രണ്ടിൽ വരുന്ന അതേ ടയറല്ല, ബാക്കിലോട്ട് വരുമ്പോൾ കുറച്ചും കൂടെ സ്ലിമ്മായിട്ട് ഹൈറ്റുള്ള ഒരു ടയറാണ് പിൻഭാഗത്തവരും കൊടുത്തിട്ടുള്ളത്. നേരെ ബാക്കിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് മഹീന്ദ്ര എന്നുള്ളൊരു ബാഡ്ജിങ്ങും കാര്യങ്ങളും അതുപോലെ തന്നെ ഒരു ബമ്പറിൻ്റെ ചെറിയൊരു പീസൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ പഴയതുപോലെ എല്ലാ വണ്ടികൾ വരുമ്പോൾ തന്നെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ കാണുമ്പോൾ അറിയാം, നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഈ വണ്ടി ആദ്യം ഒരു ഫോട്ടോയുടെ കണ്ടിട്ട് നേരിട്ടപ്പോൾ നല്ല ഡിഫറൻസ് ഉണ്ടായിരുന്നു. കാരണം ഫോട്ടോയിലൂടെയൊക്കെ കാണുമ്പോൾ കുറച്ച് വലുതായിട്ട് തോന്നും, പക്ഷേ അങ്ങനെയല്ല, നല്ല കുഞ്ഞൻ ഒരു ഇലക്ട്രിക് പിക്കപ്പ് വാഹനമാണ് ഈ ആൽഫ കാർഗോ എന്ന് പറയുന്ന വണ്ടി. ഇനി നമുക്ക് ഇൻറ്റീരിയറിലോട്ട് പോകാം. നമുക്കിനി നേരെ ഇൻറ്റീരിയർ ഭാഗത്തോട്ട് നോക്കാം, എങ്ങനെയാണ് ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുള്ളത്. ഇൻറ്റീരിയറിലോട്ട് വരുമ്പോൾ ഫസ്റ്റ് നമുക്ക് പറയാനുള്ളത്, നമുക്ക് വണ്ടിയുടെ ഈ കാണുന്ന ഒരു പീസ് ഉണ്ടല്ലോ, നോർമലി വരുമ്പോൾ മെറ്റൽ പീസോ ഫൈബറോ അങ്ങനെയൊന്നുമല്ല, ഒരു റെക്സിൻ ടൈപ്പിലുള്ള ഒരു കവറേജാണ് നമുക്ക് ഈ വണ്ടിക്ക് ഒരു കൊടുത്തിട്ടുള്ളത്. അതിനൊരു സ്പെഷ്യാലിറ്റിയാണ്. പിന്നെ ഈ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് തന്നെ പറയാം, സീറ്റ് മറ്റൊരു സ്പെഷ്യാലിറ്റിയാണ്. കാരണം ഇത് ഡ്രൈവറിന് മാത്രമായിട്ട് കൊടുത്തിട്ടുള്ളതാണെങ്കിലും ആക്ച്വലി 2 പേർക്കൊക്കെ സുഖമായിട്ടിരിക്കാൻ പറ്റുന്ന ഒരു ഫുൾ ലെങ്തി വീതിയുള്ളൊരു സീറ്റാണ് ഈ വണ്ടിക്ക് അവർ കൊടുത്തിട്ടുള്ളത്. 2 സൈഡും ചെറിയൊരു ഗ്രിപ്പഡ് പീസും കമ്പികളൊക്കെ വരുന്നുണ്ട്. ഈ ഒരു വാഹനത്തിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ താക്കോൽ ഈ കാണുന്നതാണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ ലോക്ക് ഉള്ളത്. നമ്മളത് 1-2 തവണ ഓപ്പൺ ആക്കുമ്പോഴത്തേക്കും നമുക്ക് വണ്ടിയുടെ ഡിസ്പ്ലേ ഓൺ ആവും. നമുക്കിതിൽ തന്നെ നോർമൽ വണ്ടി പോലെ ഇത് ഇത്ര ലെയർ ഉണ്ട്, ഇത്ര ചാർജ് എനിക്ക് ഓടും, എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇതിൽ തന്നെ കാണിക്കും. പിന്നെ അകം ചെറിയൊരു സ്ഥലമാണ് കേട്ടോ, വലിയ സ്പേസ് ഒന്നുമില്ല. പക്ഷേ എങ്കിലും 2 പേർക്ക് അത്യാവശ്യം കംഫർട്ടബിളായിട്ട് ഇരിക്കാനായിട്ടൊക്കെ പറ്റും. പിന്നെ മറ്റൊരു ഡീറ്റെയിലോട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ 2 ഡാഷ്ബോർഡ് പോലത്തെ ചെറിയൊരു ഭാഗങ്ങളൊക്കെ വരുന്നുണ്ട്. വേറെ ഡ്രോയോ കാര്യങ്ങളായിട്ട് അങ്ങനെയൊന്നും വരുന്നില്ല. നമുക്ക് വണ്ടിയുടെ അകത്ത് വരുമ്പം ഇവിടെ ഹെഡ്ലൈറ്റിൻ്റെ ഭാഗം, വൈപ്പർ, 4 ഇൻഡിക്കേറ്റർ സ്വിച്ചിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ഹസാർഡ് സ്വിച്ചിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഹാൻഡിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ട്രിയോ എന്ന് പറയുന്ന വാഹനത്തിൻ്റെ ഫസ്റ്റ് ഇറങ്ങിയൊരു പതിപ്പുണ്ട്. ആ ഒരു വണ്ടിയുടെ ഡിസൈനാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതായത് ഫ്രണ്ട് റിവേഴ്സ്, ഫോർവേഡ് റിവേഴ്സ് എന്നുള്ളൊരു സ്വിച്ച് വരുന്നുണ്ട്, ലോ മീഡിയം ഹൈ എന്നുള്ളൊരു സ്പീഡ് റേഞ്ച് വരുന്നുണ്ട്, ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്, ഹോണിൻ്റെ വരുന്നുണ്ട്, ഡിം ബ്രൈറ്റ് സ്വിച്ച് വരുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിലൊന്നും വരുന്നില്ല. പക്ഷേ മറ്റൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് നോർമൽ മറ്റു വണ്ടികൾ വരുമ്പോഴത്തെ രീതിയിൽ ഇതിൽ തന്നെ ബ്രേക്കിംഗ്, നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ തന്നെ ബ്രേക്കിംഗ് അറേഞ്ച്മെൻറ്റ്സും കൊടുത്തിട്ടുണ്ട്. എന്നാൽ അതേസമയം തന്നെ നമുക്ക് കാലിലും ചാട്ടാനുള്ള ഒരു ബ്രേക്കിംഗ്, മെക്കാനിക്കൽ ബ്രേക്കിംഗ് ആണ് അവർ ഈ വണ്ടിക്ക് അവർ കൊടുത്തിട്ടുള്ളത്. സോ ഹാൻഡ് ബ്രേക്ക് നമ്മൾ റിലീസ് ചെയ്യുമ്പോൾ കണ്ടോ, അത് ഇത്തരത്തിൽ റിലീസ് ആയി വരും. ഹാൻഡ് ബ്രേക്ക് പിടിച്ചിടുമ്പോൾ ആൾറെഡി ആ ഒരു ബ്രേക്കിൽ തന്നെ വണ്ടി നിൽക്കും. അങ്ങനെയാണ് വരുന്നത്. പിന്നെ ഇതിലൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ഡിസ്പ്ലേ ഒക്കെ ഓൺ ആക്കുമ്പോഴത്തേക്കും നമുക്ക് അതിൽ വേറെ പ്രത്യേകതകളൊന്നുമില്ല. നമുക്ക് നോർമൽ നമ്മുടെ മറ്റു ട്രിയോ വാഹനങ്ങളിൽ ഉണ്ടായിരുന്ന പോലത്തെ രീതിയിൽ തന്നെയാണ് ഈ ആൽഫ ഈ കാർഗോയിൽ അവർ കൊടുത്തിരിക്കുന്നത്.
ഇതിലൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഈ വണ്ടിയുടെ ടോപ്പ് സ്പീഡ് ഞാൻ പറഞ്ഞില്ല 25 റേഞ്ച് എന്ന് പറയുമ്പോൾ 27-28 പോവാം. പക്ഷേ ഇത് ഒരു കയറ്റമൊക്കെ വലിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ലോഡ് ഗിയർ ടൈപ്പിലുള്ള ഒരു നോബ് കൊടുത്തിട്ടുണ്ട്. സോ നമ്മളത് ഏറ്റവും ലാസ്റ്റ് ഇങ്ങനെ ലോക്ക് ചെയ്തിട്ടിട്ട് വേണം, ഏറ്റവും ലാസ്റ്റ് ഇങ്ങനെ ഒരു ലോക്കുണ്ട്, ആ ലോക്കിലിട്ടിട്ട് വേണം നമ്മൾ കയറ്റമൊക്കെ വലിച്ച് കയറാൻ. കാരണം കയറ്റം വലിച്ച് കയറെങ്കിൽ നമ്മൾ ആ ഗിയർ ലോഡ് ഇട്ടാൽ മാത്രമേ വണ്ടി ആ പെർഫോമൻസ് കാണിക്കൂ. പക്ഷേ സ്ട്രൈറ്റ് റോഡ് ആകുമ്പോഴത്തേക്ക് നമ്മൾ ആ ലോഡ് ഗിയറിൻ്റെ ഒരു ഓപ്ഷൻ നമ്മൾ റിലീസ് ചെയ്തിടുക, എന്നിട്ട് വേണം വണ്ടി ഓടിക്കാനായിട്ട്. നോർമലി ലോ, മീഡിയം, ഹൈ എന്ന് പറയുമ്പോഴത്തേക്ക് അറിയില്ല ഓരോ റേഞ്ചാണ്, എത്ര കിലോമീറ്റർ സ്പീഡിൽ പോകുന്നുള്ള റേഞ്ചിലാണ് ഇത് കാണിച്ചിട്ടുള്ളത്. ഹൈയിലിട്ടാൽ മാത്രമേ വണ്ടി ഒരു 25-28 സ്പീഡിലൊക്കെ പോകാൻ പറ്റൂ. സോ ഇത് എമർജൻസി ആയിട്ട് ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റുന്നൊരു വാഹനമല്ല, ചെറിയ രീതിയിൽ ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റുന്നൊരു വാഹനമാണത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നമ്മുടെ ബാറ്ററിയുടെ ഡീറ്റെയിലിംഗ് നോക്കാം. ബാറ്ററിയുടെ ഡീറ്റെയിലിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇത് തന്നെ നമുക്ക് പൊക്കി കഴിഞ്ഞാൽ ബാറ്ററി നമുക്ക് വളരെ സിമ്പിളായിട്ട് കാണാൻ പറ്റും. രണ്ട് സെറ്റായിട്ട് അങ്ങനെ 4 ബാറ്ററി നമ്മൾ ഇൻവെർട്ടറിലൊക്കെ ഉപയോഗിക്കുമ്പോഴത്തെ ടൈപ്പ് ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. ലെഡ് ആസിഡ് ബാറ്ററിയാണല്ലോ, ലിഥിയം അയൺ ബാറ്ററി ഒന്നുമല്ല, ലെഡ് ആസിഡ് ബാറ്ററിയാണ്. സോ നമുക്കിത് വലിയ കോസ്റ്റുകളൊന്നും വരുന്നില്ല. നമുക്കിത് 48 വാട്ടിൽ 120 AH ഒരു ലെഡ് ആസിഡ് ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. സോ ഇതിൻ്റെ ഒരു കിലോമീറ്റർ റേഞ്ച് ഇപ്പോൾ കമ്പനി കൊടുത്തിട്ടുള്ളത് 80-85 റേഞ്ചിനകത്താണ് ഈ വണ്ടിയുടെ ഒറ്റ സിംഗിൾ ചാർജുള്ള കിലോമീറ്റർ റേഞ്ച് അവരും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ലെഡ് ആസിഡ് ബാറ്ററി കൊണ്ടുള്ളൊരു ബെനിഫിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ വണ്ടിയുടെ വിലയിലോട്ടും പറഞ്ഞു തരാം. അതിന് മുന്നേ ഇതിനുള്ള ഗുണം വെച്ചാൽ നമുക്ക് വലിയ ചിലവുകൾ വരുന്നില്ല, നമുക്ക് ബാറ്ററി പുതിയത് വാങ്ങേണ്ട ഒരു സാഹചര്യം വന്നാൽ പോലും. അപ്പം അതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. നമുക്ക് ബാറ്ററി ചാർജ് ചെയ്യാനുള്ള സ്പോട്ട് കൊടുത്തിരിക്കുന്നത് ഈ അടിയിലാണ്. ഈ അടിയിൽ നമുക്ക് ബാറ്ററി ചാർജ് ചെയ്യാനുള്ള സ്പോട്ട് അവർ കൊടുത്തിട്ടുണ്ട്. ഈ വാഹനത്തിൻ്റെ ബാറ്ററി ചാർജിങ് ടൈം എന്ന് പറയുന്നത് നോർമൽ വണ്ടികൾ വെച്ച് നോക്കുമ്പോൾ കൂടുതലാണ്, കാരണം ലെഡ് ആസിഡ് ബാറ്ററിയാണ്. നമുക്ക് 8 മുതൽ 10 മണിക്കൂർ വരെ ചിലപ്പോൾ ഫുൾ ചാർജിങ് ടൈം എടുക്കും. സോ നമുക്ക് ഇപ്പം രാത്രിയൊക്കെ കിടക്കാറാകുമ്പോഴത്തേക്കും ചാർജ് ചെയ്തിട്ട് തന്നെ നമുക്ക് രാവിലെ ഒരു 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഇത് ഫുൾ ചാർജായി കിട്ടും. സോ ടൈമിംഗ് കൂടുതൽ, നോർമൽ വാഹനങ്ങൾക്ക് നമ്മൾ 3.5 മണിക്കൂറൊക്കെ വരാറുള്ളൂ, പക്ഷേ ഇതിന് കുറച്ച് ടൈമിംഗ് കൂടുതലാണ്. ഓക്കെ, നമ്മുടെ മോട്ടറിൻ്റെ ഒരു ഭാഗം കൂടെ നോക്കാം. ഏറ്റവും ബേക്കിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന അറിയില്ല, ഏറ്റവും ബേക്കിൽ താഴെയായിട്ട് നമുക്ക് മോട്ടറിൻ്റെ ഒരു ഭാഗം വരുന്നുണ്ട്. നമുക്ക് ബ്രഷ്ലെസ് DC മോട്ടറാണ് കൊടുത്തിരിക്കുന്നത്. പവർ വരുമ്പോൾ 1.67 പവർ വരുന്ന ഒരു ബ്രഷ്ലെസ് DC മോട്ടറാണ് ഈ ഒരു വാഹനത്തിന് അവർ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ഫ്രണ്ടിലായിട്ടൊരു ചെറിയൊരു ബോക്സിന് ഒരു പീസ് വന്നു, അതാണ് ഇതിൻ്റെ BMSൻ്റെ ബോക്സ്, അതായത് ഇതിൻ്റെ ബാക്കി കൺട്രോളിങ് കാര്യങ്ങളെല്ലാം വരുന്ന രീതിയിലുള്ള ഒരു ബോക്സ്. ഓക്കെ, നമുക്ക് പിൻഭാഗത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് നല്ല രീതിയിൽ അത്യാവശ്യം വെയിറ്റ് താങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള 5 ലേയേഴ്സ് വരുന്ന ഒരു പ്ലേറ്റാണ് അവർ ഈ ഒരു വണ്ടിക്ക് സസ്പെൻഷൻ ആയിട്ട് അവരും കൊടുത്തിട്ടുള്ളത്. സ്റ്റെപ്പിനി ടയർസും കാര്യങ്ങളൊക്കെ സൈഡിൽ ഇരിപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു വാഹനത്തിൻ്റെ ഡീറ്റെയിൽ എന്ന് പറയുന്നത്. അപ്പം ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലായി കാണും ഈ ഒരു വാഹനം എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ചെറിയ രീതിയിലുള്ള ഒരു ലോഡൊക്കെ കൊണ്ടുപോകാനായിട്ട്, ഒരു 10-300 കിലോ ലോഡ് കൊണ്ടുപോകാനായിട്ട് നമുക്ക് ചെറിയ കടകളിലോട്ടൊക്കെയോ അല്ലെങ്കിൽ മലക്കറി കച്ചവടം ചെയ്യുന്നവർക്കോ അങ്ങനത്തെ ബിസിനസ് ടൈപ്പിലുള്ള ആൾക്കാരൊക്കെ, പിന്നെ റെയിൽവേ സ്റ്റേഷൻ, റിസോർട്ടുകൾ, ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വാഹനമാണ് ഈ ആൽഫ കാർഗോ എന്ന് പറയുന്ന ഒരു വണ്ടി. ഇതിൻ്റെ പാസഞ്ചർ ടൈപ്പ് വണ്ടിയും വരുന്നുണ്ട്. അതെന്ന് പറയുമ്പോഴത്തേക്ക് ഫേസ് ടു ഫേസ് സീറ്റ് വരുന്ന ടൈപ്പിലുള്ള വണ്ടിയാണ്. അതിൻ്റെ ഗുഡ്സാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടത്. നമ്മുടെ ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും 1,80,000 രൂപ റേഞ്ചാണ് ഇതിൻ്റെ ഒരു പ്രൈസിങ് വരുന്നത്. ഓൺ റോഡിങ് പ്രൈസ് വരുമ്പോൾ എനിക്ക് തോന്നുന്നു 2.15 ആ റേഞ്ചൊക്കെയാണ് ഇതിന് ഓൺ റോഡിങ് പ്രൈസ് വരുന്നത്. അപ്പോൾ നമുക്ക് ഒരു 2 ലക്ഷം രൂപയ്ക്കകത്തുനിന്ന് വേണമെങ്കിൽ പറയാം, എന്നാൽ 2 ലക്ഷത്തിനേക്കാൾ കുറച്ച് കൂടുതലാണ്, എങ്കിലും ആ റേഞ്ചിനകത്ത് വരുന്ന ഒരു ചെറിയൊരു വാഹനമാണ് നമ്മുടെ ഈ ആൽഫ കാർഗോ എന്ന് പറയുന്ന വണ്ടി. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള കാറ്റഗറി ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു മോഡലാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു വാഹനത്തിൻ്റെ റിവ്യൂ ചെയ്യാൻ പറ്റിയ സന്തോഷം, കാരണം ഒരു കുഞ്ഞു വണ്ടി കണ്ടപ്പോൾ തന്നെ കൗതുകം തോന്നി, അതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ റിവ്യൂ ഇടണമെന്ന് തോന്നിയത്. അപ്പോൾ ഇതിൻ്റെ എന്തെങ്കിലും എൻക്വയറീസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഉറപ്പായിട്ടും കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റിൽ അറിയിക്കുക. നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ ബൈ.